ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിലെ ഭൂമിയുടെ ഘടന എന്ന ഭാഗമാണ്. ആദ്യം ഭൂമിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ് ആണ്. അതായത് ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി. ഈ ഒരു രീതിയിലാണ് ഭൂമിയുള്ളത്. അതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയുള്ള ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഭൂമിയുടെ പാളികളെക്കുറിച്ച് നോക്കാം. ഭൂമിയുടെ പാളികളെ പ്രധാനമായും 3 ഭാഗങ്ങളായാണ് തരംതിരിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഭൂവൽക്കം, രണ്ടാമത്തേത് മാന്റിൽ, മൂന്നാമത്തെ കാമ്പ്. ഭൂവൽക്കം എന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള കരഭാഗമാണ്. ഈ ഭാഗം ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ്. ഭൂവൽക്കത്തെ വീണ്ടും 2 പാളികളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്: വൻകര ഭൂവൽക്കവും സമുദ്രതട ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തിന് ശരാശരി 30 മുതൽ 50 വരെ കിലോമീറ്റർ കനമുണ്ട്. സമുദ്രതട ഭൂവൽക്കത്തിന് ശരാശരി 5 മുതൽ 10 കിലോമീറ്റർ ആണ് കനം ഉള്ളത്. ഭൂമിയുടെ അടുത്ത പാളി മാന്റിലാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാന്റിൽ. ഇതിനെ പ്രധാനമായി 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: ഉപരിമാന്റിലും അധോമാന്റിലും. ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, എന്നാൽ അധോമാന്റിൽ കാണപ്പെടുന്നത് അർദ്ധദ്രവ അവസ്ഥയിലാണ്. ഭൂവൽക്കവും മാന്റിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തിനെ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. ഇതിനെ സ്ഥലമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. ശിലാമണ്ഡലം ശരാശരി 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിൽ നിലകൊള്ളുന്നു. ഭൂമിയുടെ ഏറ്റവും അകത്ത് മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന പാളിയാണ് കാമ്പ്. ഇതിനെയും 2ആയി തരം തിരിച്ചിട്ടുണ്ട്: അകക്കാമ്പും പുറക്കാമ്പും. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും സ്ഥിതി ചെയ്യുന്നു. കാമ്പിൽ ഇരുമ്പ്, നിക്കൽ എന്നീ ധാതുക്കളാണ് കൂടുതലായും കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നിഫെ എന്നും പറയാറുണ്ട്.